നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രതിഷേധങ്ങൾക്കിടയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനായുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ഭരണഘടനാ വിരുദ്ധം എന്നും ബില്ല് പിൻവലിക്കണമെന്നും പ്രതിപക്ഷം. ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും. ബിൽ അവതരണ സമയത്ത് ഹാജരാകാത്ത എംപിമാർക്ക് നോട്ടീസ് നൽകി BJP. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഗതാഗത വകുപ്പിന്റെ അടിയന്തര നടപടി. സ്വകാര്യ ബസ്സിടിച്ച് ജീവൻ നഷ്ടമായാൽ 6 മാസത്തേക്ക് പെർമിറ്റ് റദ്ദാക്കും. സ്വകാര്യ ബസ്സിലെ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ച പണയംപാടത്ത് സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കും. ബ്ലാക്ക് സ്പോട്ടായി മാറിയ സ്ഥലങ്ങളിൽ ഫ്ലാഷ് ലൈറ്റുകൾ സ്ഥാപിക്കും. റഷ്യയിൽ ബോംബ് സ്ഫോടനത്തിൽ ആണവ സംരക്ഷണ സേനയുടെ തലവൻ കൊല്ലപ്പെട്ടു. ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിർലോവ് കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിൽ. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യുക്രൈൻ. പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് താൽക്കാലിക ആശ്വാസം. തർക്കം തുടരുന്ന 6 പള്ളികളിലും തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി. പള്ളികൾ വിട്ടു നൽകില്ലെന്ന നിലപാടിൽ യാക്കോബായ സഭ. കുവൈറ്റിൽ അതിശൈത്യ കാലാവസ്ഥ വ്യാഴാഴ്ച വരെ തുടരുമെന്ന് മുന്നറിയിപ്പ്. താപനില 0-ന് താഴെയാകുമെന്നും കാലാവസ്ഥാ വകുപ്പ്. മരുഭൂമി പ്രദേശങ്ങളിൽ മഞ്ഞ് രൂപപ്പെടാനും സാധ്യത. വാർത്തകൾ വിശദമായി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. ബില്ലിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. രാജ്യത്തെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും 100 ദിവസത്തിനകം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും നടത്താൻ നിർദ്ദേശിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെയാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി തുടങ്ങി പ്രതിപക്ഷ കക്ഷികളെല്ലാം ബില്ലിനെ എതിർത്തു. ബിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് ബില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. Listen, sir, it is not an election reforms. It is just a fulfillment of one gentleman's desire and dream. Nothing more than that. दोबारा अगर इनको लगता है कि प्रधानमंत्री मोदी जी पर के प्रचार से ये पूरे ये भारत के चुनाव को छीनेंगे तो हम ये चोरी नहीं होने देंगे और हम बिल का विरोध करते हैं. इस बिल को JPC में भेजा. ബില്ലിനെ 269 പേർ അനുകൂലിച്ചപ്പോൾ 198 പേർ എതിർത്തു. രാജ്യത്ത് ഏകാധിപത്യം നടപ്പാക്കാനുള്ള BJPയുടെ നീക്കമാണ് ബില്ലെന്നായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ അഭിപ്രായം. അതേസമയം ബില്ലിന് നിരുപാധിക പിന്തുണ നൽകുന്നതായി TDPയും ശിവസേന ഷിൻഡെ പക്ഷവും വ്യക്തമാക്കി. विपक्ष वाले 6 महीने से हर एक मुद्दे को असंवैधानिक बताने की कोशिश यहाँ पर कर रहे हैं. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയിൽ ചർച്ച ചെയ്യുമെന്നും JPCയുടെ ശുപാർശകൾ മന്ത്രിസഭ പരിഗണിക്കുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യാമെന്നും അമിത്ഷാ പാർലമെന്റിനെ അറിയിച്ചു. संवैधानिक संशोधन जब कैबिनेट में चर्चा में आया तब प्रधानमंत्री जी ने स्वयं मंशा व्यक्त करी थी कि इसको JPC को देना चाहिए. इस पर विस्तृत चर्चा सभी स्तर पर होनी चाहिए. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സർക്കാരിന് സമർപ്പിച്ചത്. പിന്നാലെ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. രാജ്യത്തെ പ്രസിഡൻഷ്യൽ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്തുന്ന ബില്ലാണിത്. പ്രതിപക്ഷത്തിന്റെ തീരുമാനം കേൾക്കാതെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയാണിതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്നതെന്ന് NK പ്രേമചന്ദ്രൻ MPയും ആരോപിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഗതാഗത വകുപ്പിന്റെ അടിയന്തര നടപടി. സ്വകാര്യ ബസ്സിടിച്ച് ജീവൻ നഷ്ടമായാൽ 6 മാസത്തേക്ക് പെർമിറ്റ് റദ്ദാക്കും. സ്വകാര്യ ബസ്സിലെ മുഴുവൻ ജീവനക്കാർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ച പണയംപാടത്ത് സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കും. ബ്ലാക്ക് സ്പോട്ടായി മാറിയ സ്ഥലങ്ങളിൽ ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കും.
സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ 2 ദിവസങ്ങളിലായി ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുമായും മന്ത്രി ചർച്ച നടത്തി. അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടിയാണ് ഗതാഗത വകുപ്പ് സ്വീകരിക്കുന്നത്. സ്വകാര്യ ബസ്സിടിച്ച് മരണമുണ്ടായാൽ 6 മാസത്തേക്ക് പെർമിറ്റ് റദ്ദു ചെയ്യും. ഗുരുതര പരിക്കാണെങ്കിൽ 3 മാസത്തേക്കും പെർമിറ്റ് ഉണ്ടാകില്ല. മത്സരയോട്ടം തടയാൻ ജിയോ ടാഗ് ചെയ്യും. സ്വകാര്യ ബസ്സുകളിൽ ക്യാമറ ഘടിപ്പിക്കുന്നത് മാർച്ച് മുതൽ നിർബന്ധമാക്കും. ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസും നിർബന്ധമാക്കും. സമയം തെറ്റിയോടുന്ന ബസ്സുകൾക്ക് പിഴ ഈടാക്കും. രാത്രി 10 മണിവരെ പെർമിറ്റ് എടുത്തിട്ട് സ്വകാര്യ ബസ്സുകൾ വൈകിട്ട് 6 മണിയോടെ ഓട്ടം നിർത്തുന്നത് അനുവദിക്കില്ല. ഇത്തരക്കാരുടെ പെർമിറ്റ് റദ്ദാക്കുമെന്നും ഗതാഗത മന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്വകാര്യ ബസ്സുകൾ ഇനി ആളുകളെ ഇടിച്ചു കൊന്നാൽ 6 മാസത്തേക്ക് പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. സ്വകാര്യ ബസ്സുകൾ ഇടിച്ച് അശ്രദ്ധമായി ഓടിച്ച് മാരകമായി പരിക്കേറ്റാൽ 3 മാസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കൂടെ ഉണ്ട് കേട്ടോ. ലൈസൻസ് ഓടിക്കുന്നതാണ് ലൈസൻസ് പോകുന്ന അതുണ്ട്. അതുകൂടാതെ 4 സ്കൂൾ വിദ്യാർത്ഥിനികൾ മരിച്ച പണിയമ്പാടത്ത് സ്ഥിരം ഡിവൈഡറുകൾ സ്ഥാപിക്കും. ബ്ലാക്ക് സ്പോട്ടായി മാറിയ സ്ഥലങ്ങളിൽ ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കും. ഇവിടെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പ്രവൃത്തികൾക്കായി നാഷണൽ ഹൈവേ അതോറിറ്റി 1 കോടിക്ക് മുകളിൽ തുക അനുവദിക്കുമെന്ന് അറിയിച്ചതായും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധം. കനത്ത പോലീസ് കാവൽ മറികടന്ന് ഗവർണർ പ്രസംഗിച്ച സെനറ്റ് ഹാളിൻ്റെ മുന്നിൽ വരെ കടന്നുകയറി SFIക്കാർ മുദ്രാവാക്യം വിളിച്ചു. സംസ്കൃത വിഭാഗത്തിൻ്റെ അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴായിരുന്നു SFIയുടെ പ്രതിഷേധം. 2.5 വർഷത്തിന് ശേഷമാണ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയത്. ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് SFI നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. രാവിലെ മുതൽ സർവകലാശാല ആസ്ഥാനത്ത് കനത്ത പോലീസ് കാവൽ. 11:30 ഗവർണർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക്. ഗവർണർ എത്തിയതിന് പിന്നാലെ SFI പ്രതിഷേധ പ്രകടനമായി എത്തി. സെനറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും യൂണിറ്റ് ഭാരവാഹികളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു SFI പ്രതിഷേധം. സെനറ്റ് ഹാളിനകത്തും പുറത്തും കൂടുതൽ പോലീസിന് വിന്യസിച്ചെങ്കിലും പ്രതിഷേധം പ്രധാന കവാടം മറികടന്ന് സെനറ്റ് ഹാളിനരികിലെത്തി. ഹാളിനുള്ളിൽ SFIക്കാരുണ്ടെന്ന നിഗമനത്തിൽ ഹാളിന്റെ വാതിലുകളും ജനലുകളും പോലീസ് അടച്ചുപൂട്ടി സുരക്ഷ ശക്തമാക്കി. സർവകലാശാല ചുമതലകളിൽ നിന്ന് ഗവർണർ രാജിവെക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. പ്രതിഷേധം അവസാനിപ്പിച്ച് SFI മടങ്ങിയതിന് പിന്നാലെ പുറത്തിറങ്ങിയ ഗവർണർ സുരക്ഷാ വീഴ്ചയുണ്ടെന്നും പ്രതിഷേധമെന്തിനെന്ന് കമ്മീഷണറോടാണ് ചോദിക്കേണ്ടതെന്നും ഗവർണർ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിടാൻ CPMന്റെ നിർദ്ദേശം. ഇന്ന് ചേർന്ന CPM ജില്ലാ കമ്മിറ്റിയിലാണ് തീരുമാനം. SFI സംസ്ഥാന കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ച് CPM ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി. SFI നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നതടക്കം കോളേജിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. എറണാകുളം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച എൽദോസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇന്ന് 3 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതേസമയം സംസ്ഥാനത്ത് നടക്കുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാർ തുടരുന്ന അനാസ്ഥയും അവഗണനയും അവസാനിപ്പിക്കണമെന്ന് കോതമംഗലം ബിഷപ്പ് ഹൗസ് ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രിയിലാണ് നാടിനെ നടുക്കിയ കാട്ടാനാക്രമണത്തിൽ ക്ണാച്ചേരി സ്വദേശി എൽദോസ് മരണപ്പെടുന്നത്. ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുകയായിരുന്ന എൽദോസിനെ കാട്ടാന ചവിട്ടിയരച്ച അവസ്ഥയിലാണ് നാട്ടുകാർ കണ്ടെത്തുന്നത്. ആന്തരികാവയവങ്ങൾ പുറത്തുവന്ന നിലയിലായിരുന്നു എൽദോസിനെ കണ്ടെത്തുന്നത്. രാത്രിയിൽ തന്നെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉണ്ടായത്. സോളാർ ഫെൻസിംഗ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ പ്രദേശത്ത് സ്ഥാപിക്കണമെന്നുള്ളത് നാട്ടുകാരുടെ ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു. രാത്രി പ്രശ്നം പരിഹരിക്കാനെത്തിയ ജില്ലാ കളക്ടറെ അടക്കം നാട്ടുകാർ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു. 8 മണിക്കൂറുകൾ കഴിഞ്ഞ് കളക്ടറുടെ വിവിധ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറായത്. ഇന്ന് രാവിലെ 8:45 ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. 11:30 പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. എൽദോസിന്റെ മരണത്തിൽ ജനരോക്ഷം കത്തിയതോടെ പ്രദേശത്ത് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിക്കുമെന്നാണ് അധികൃതരുടെ വാഗ്ദാനം. എൽദോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും സർക്കാർ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. വന്യമൃഗ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര ജനത. വീട്ടുമുറ്റത്ത് പോലും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കർഷകർക്ക്. ശബരിമല തീർത്ഥാടകർക്ക് ഉൾപ്പെടെ കടന്നുപോകുന്ന ചിറ്റാർ സീതത്തോട് റോഡിൽ മാസങ്ങളായി വനപാലകരുടെ കാവലിലാണ് കാട്ടാനകൾ ദിവസവും 2 നേരം റോഡ് മുറിച്ച് കടക്കുന്നത്.
അധ്വാനിച്ചാൽ പൊന്നു വിളയുന്ന മണ്ണാണ് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖല. പക്ഷേ കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കർഷകർ കൃഷി ഇറക്കും, വന്യമൃഗങ്ങൾ വിളവെടുക്കും. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി. കാട്ടാനയും മലയണ്ണാനും ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ നിരന്തര ശല്യം കാരണം ഒരു തേങ്ങ പോലും കിട്ടാത്ത സ്ഥിതിയിലാണ് പ്രദേശവാസികൾ. പന്നിയുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് പോലും ഒരു കൃഷി ചെയ്യാൻ പറ്റത്തില്ല. മലയണ്ണാന്റെ ശല്യം, ഒറ്റ വെള്ളയ്ക്ക കിട്ടുന്നില്ല, തേങ്ങയില്ല. അങ്ങനെ മയിലിന്റെ ശല്യം, കുരങ്ങുകൾ വീടുകൾ കയറി നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ ജനവാസ മേഖലയോട് ചേർന്ന് വനാതിർത്തികളിൽ സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്ന പണികൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലത്ത് ഇത് എത്രത്തോളം ഫലവത്താകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ജില്ലയിലെ തന്നെ വടശ്ശേരിക്കര മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച സൗരോർജ്ജ വേലികൾ കാട്ടാന മരം പിഴുതിട്ടും മറ്റും തകർത്തിരുന്നു. വന്യമൃഗശല്യത്തെ നേരിടാൻ ഫലപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് ജനകീയ കൂട്ടായ്മകൾ നിരന്തരം പ്രതിഷേധമുയർത്തുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. സൗദിയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ വാഹനാപകട മരണങ്ങൾ 50% കുറഞ്ഞതായി റിപ്പോർട്ട്. അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനവും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെട്ടതുമാണ് മരണങ്ങൾ കുറയാൻ കാരണമെന്ന് ഡെപ്യൂട്ടി ഗതാഗത മന്ത്രി എഞ്ചിനീയർ ബദർ അൽ ദലാമി പറഞ്ഞു. സപ്ലൈ ചെയിൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമ്മേളനത്തിൽ 830 കോടി റിയാലിൻ്റെ 91 കരാറുകൾ ഒപ്പുവച്ചു. കുവൈറ്റ് അമീറായി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ 1ാം വാർഷികം ആഘോഷിച്ച രാജ്യം പാർലമെൻറ്റ് പിരിച്ചുവിടാനും ഭരണഘടനയിലെ ചില ആർട്ടിക്കിളുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുമുള്ള ചരിത്രപ്രധാനമായ തീരുമാനമാണ് ഷെയ്ഖ് മിഷേൽ എടുത്തത്. 2023 ഡിസംബർ 16 അമീർ ഷെയ്ഖ് നവാബ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അന്തരിച്ചതോടെയാണ് ഷെയ്ഖ് മിഷേലിനെ അമീറായി മന്ത്രിസഭ പ്രഖ്യാപിച്ചത്. 2023 ഡിസംബർ 20 കുവൈത്തിന്റെ 17ാമത് അമീറായി ഷെയ്ഖ് മിഷാൽ ഭരണഘടനാ സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഷെയ്ഖ് മിഷാലിന്റെ നേതൃത്വം ആഭ്യന്തര വികസനത്തിലും പ്രാദേശിക സഹകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2024 മെയ് മാസത്തിൽ പാർലമെന്റ് പിരിച്ചുവിടാനും ഭരണഘടനയിലെ ചില ആർട്ടിക്കിളുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനുമുള്ള ചരിത്രപരമായ തീരുമാനമാണ് ഷെയ്ഖ് മിഷേൽ എടുത്തത്. പ്രാദേശികമായി അബ്ദുള്ള അൽ സേലം യൂണിവേഴ്സിറ്റിയുടെയും സബാഹ് അൽ സേലം യൂണിവേഴ്സിറ്റിയുടെയും ഉദ്ഘാടനം ഉൾപ്പെടെ നിരവധി സംരംഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുവൈത്ത്. കുവൈറ്റിൽ നിലവിലുള്ള അതിശൈത്യ കാലാവസ്ഥ വ്യാഴാഴ്ച വരെ തുടരുമെന്ന് മുന്നറിയിപ്പ്. ചില പ്രദേശങ്ങളിൽ താപനില 0-ന് താഴെയാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മരുഭൂമി പ്രദേശങ്ങളിൽ മഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. കുറഞ്ഞ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാകും. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ തണുപ്പ് കുറയുകയും പകൽ സമയത്ത് ചൂട് കൂടുകയും ചില പ്രദേശങ്ങളിൽ നേരിയ മഴ പെയ്യുകയും ചെയ്യുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുവൈറ്റിൽ ഷെയ്ഖ് ചമഞ്ഞ് നിരവധി സ്ത്രീകളെ വഞ്ചിച്ചയാൾ അറസ്റ്റിലായി. 28-കാരിയായ യുവതിയെ ഭീഷണിപ്പെടുത്തി പണവും ആഡംബര വസ്തുക്കളും കൈക്കലാക്കിയ കേസിലാണ് ഇയാളുടെ മറ്റ് തട്ടിപ്പുകളും പുറത്തായത്. രാജ്യത്തെ ഭരണ കുടുംബത്തിലെ പ്രമുഖരുടെ കൂടെയുള്ള ഫോട്ടോകൾ കാട്ടി താൻ രാജകുടുംബാംഗമാണെന്നായിരുന്നു ഇയാൾ പരിചയപ്പെടുത്തിയിരുന്നത്. തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായി ഇയാൾ യുവതികളിൽ നിന്നും പണവും കൈക്കലാക്കിയിരുന്നു. ഷിരൂർ സംഭവത്തിലെ ലോറി ഉടമ മനാഫിന് ജിദ്ദയിലെ ഷർഫിയ സഫയർ ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകി. ഉംറ നിർവഹിക്കാൻ വന്ന മനാഫിനാണ് സ്വീകരണം നൽകിയത്. ജിദ്ദയിലെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി പേർ അദ്ദേഹത്തെ കേൾക്കാനും ആശംസകൾ നൽകാനുമായി എത്തിയിരുന്നു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ സ്ഫോടനത്തിൽ ആണവ സംരക്ഷണ സേനാ മേധാവി കൊല്ലപ്പെട്ടു. ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിർലോവ് കൊല്ലപ്പെട്ടത്. സ്ഫോടനം നടത്തിയത് തങ്ങളാണെന്ന് യുക്രൈൻ സ്ഥിരീകരിച്ചു. ആണവായുധം, ജൈവായുധം, രാസായുധം തുടങ്ങിയ സുപ്രധാന വിഭാഗങ്ങളുടെ മേധാവിയായിരുന്നു കിർലോവ്. അദ്ദേഹത്തിൻ്റെ സഹായം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ സൈന്യത്തിൻ്റെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ 2ാമത്തെ പ്രധാനപ്പെട്ട വ്യക്തിയെയാണ് യുക്രൈൻ റഷ്യയിൽ കടന്നുകയറി കൊലപ്പെടുത്തുന്നത്. മിസൈൽ വിദഗ്ധനായ മിഖായൽ ഷാഡ്സ്കിയെയും നേരത്തെ യുക്രൈൻ കൊലപ്പെടുത്തിയിരുന്നു. ആദിവാസി ജനവിഭാഗത്തിന് നേരെ അക്രമവും അധിക്ഷേപവും തുടരുമ്പോൾ വിനോദസഞ്ചാരത്തിൻ്റെ മറവിൽ വയനാട്ടിലെ സ്വകാര്യ എക്കോ പാർക്കിൽ ആദിവാസികളെ പ്രദർശന വസ്തു ആക്കുന്നുവെന്ന് പരാതി. മേപ്പാടി 900 കണ്ടി എക്കോ പാർക്കിലെ എൻഗോത്ര മ്യൂസിയത്തിലാണ് ആദിവാസികളെ സഞ്ചാരികൾക്ക് മുമ്പിൽ ഫോട്ടോഷൂട്ടുകൾക്കായി പ്രദർശിപ്പിക്കുന്നതായി ആദിവാസി സംഘടനകൾ ആരോപിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ആദിവാസി സംഘടനകൾ പരാതി നൽകി.
മേപ്പാടി പഞ്ചായത്തിലെ 900 കണ്ടിയിലെ എക്കോ പാർക്കിലാണ് എൻഗോത്ര എന്ന പേരിൽ ആദിവാസി ജനവിഭാഗത്തെ സഞ്ചാരികൾക്ക് മുമ്പിൽ പ്രദർശന വസ്തുവാക്കുന്നത്. ട്രൈബൽ മ്യൂസിയം എന്ന പേരിൽ ആദിവാസികളെ അവരുടെ പരമ്പരാഗത വേഷമണിയിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നുവെന്നാണ് ആദിവാസി സംഘടനകളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സഞ്ചാരികൾക്ക് മുമ്പിൽ ഇത്തരം പ്രദർശനങ്ങൾ നടന്നു. ടൂറിസത്തിന്റെ മറവിൽ ആദിവാസികളെ മ്യൂസിയത്തിലടച്ച് വിൽപ്പന ചരക്കാക്കുന്ന രീതി അനുവദിക്കില്ലെന്ന് പണിയ മഹാസഭാ നേതാവ് ബിജു കാക്കത്തോട് പറഞ്ഞു. പ്രത്യേകിച്ച് വയനാട് പോലുള്ള ഒരു ജില്ലയിൽ ആദിവാസികളെ മ്യൂസിയത്തിൽ അടച്ചുകൊണ്ട് ആദിവാസി വിഭാഗം എന്ന് പറയുന്നത് മ്യൂസിയത്തിൽ അടയ്ക്കപ്പെടേണ്ട ഒരു സമൂഹമാണ് എന്നുള്ളൊരു ചിന്തയോടെ ടൂറിസത്തെ സമീപിക്കുന്ന ആളുകളാണ് വയനാട്ടിലുള്ള ഈ ടൂറിസത്തിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ മുതലാളിമാരായിട്ടുള്ള ആളുകൾ. കാരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ എന്നൂർ പോലെയുള്ള സംവിധാനങ്ങൾ, എന്നൂർ ഇവിടെ വന്നതിന് ശേഷം എന്നൂർ പോലെയുള്ള സംവിധാനങ്ങൾ ആദിവാസികളെ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി, അവരുടെ ഫുഡെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കലാരൂപങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥ. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത എൻഗോത്ര എന്ന പേരിൽ 900 കണ്ടിയിലുള്ള ഒരു എക്കോ പാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ എൻഗോത്ര എന്ന പേരിൽ ഒരു ടൂറിസം സംവിധാനം മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആദിവാസികളെ പൂർണ്ണമായിട്ടും എന്താ പറയുക, നമ്മൾ ഈ ചില്ലിട്ട ഒരു കൂടാരത്തിൽ അടച്ചുകൊണ്ട് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ഇന്നതാണ് ആദിവാസി അല്ലെങ്കിൽ ഇതാണ് ആദിവാസി ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വയനാട്ടിലെ ടൂറിസം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ ആദിവാസി വിഭാഗങ്ങളുടെ സംസ്കാരവും അതോടൊപ്പം അവരെ പ്രദർശന വസ്തുവാക്കുന്നുവെന്ന പരാതിയും ഉയർന്നതോടെ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മന്ത്രി OR കേളു പിന്മാറിയിരുന്നു. TC തിക് MLAയും വിട്ടുനിന്നു. അതേസമയം സ്വകാര്യ ടൂറിസം കേന്ദ്രത്തിന്റെ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പിന്തുണയുമുണ്ട്. തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്ന മേളയിൽ ആദിവാസികളെ പ്രദർശന വസ്തുവാക്കിയത് ഏറെ വിവാദമായിരുന്നു. സർക്കാർ നിയന്ത്രണത്തിൽ ലക്കിടിയിൽ എന്നൂർ എന്ന പേരിൽ ഗോത്ര പൈതൃക ഗ്രാമം പ്രവർത്തിക്കുമ്പോൾ സ്വകാര്യ ടൂറിസ്റ്റ് ലോബികളെ സഹായിക്കാൻ ആദിവാസികളെ വിചിത്ര ജീവികളായി പൊതുസമൂഹത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന പദ്ധതിക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ പിന്തുണയുമുണ്ടെന്ന് ആദിവാസി സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പ്രതികൾ പിടിയിൽ. പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് ഹർഷീദ്, അഭിരാം എന്നിവരാണ് പിടിയിലായത്. 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ എന്നിവരെയാണ് ഇനിയും പിടികൂടാനുള്ളത്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള മാദനെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു സന്ദർശിച്ചു. മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ കാറിൽ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണിയാമ്പറ്റ സ്വദേശികളായ ഹർഷിദ്, അഭിറാം എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് വന്ന ബസ്സിൽ നിന്നും കൽപ്പറ്റയിൽ വെച്ചാണ് മാനന്തവാടി പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റു പ്രതികളായ പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ എന്നിവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതേസമയം പരിക്കേറ്റ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മാദനെ മന്ത്രി OR കേളു സന്ദർശിച്ചു. സംഭവത്തിൽ കർശന നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമൃത ന്യൂസ്, വയനാട്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും സാന്ദ്ര തോമസിനെ പുറത്താക്കിയ നടപടിക്ക് സ്റ്റേ. സാന്ദ്രയുടെ അംഗത്വം റദ്ദാക്കിയ നടപടി എറണാകുളം സബ് കോടതി സ്റ്റേ ചെയ്തു. അന്തിമ ഉത്തരവ് വരുന്നതുവരെ സാന്ദ്ര തോമസിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗമായി തുടരാം. സാന്ദ്ര തോമസ് നൽകിയ ഉപഹർജിയിലാണ് സബ് കോടതിയുടെ ഉത്തരവ്. തന്നെ പുറത്താക്കിയ നടപടി ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്ര എറണാകുളം സബ് കോടതിയെ സമീപിച്ചത്. മതിയായ വിശദീകരണം നൽകാതെയാണ് പുറത്താക്കിയതെന്നും വിഷയത്തിൽ കോടതി ഇടപെടണമെന്നും സാന്ദ്ര തോമസ് ഹർജിയിൽ പറഞ്ഞിരുന്നു. SSLC +1 ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിലാണ് 4-അംഗ സംഘം അന്വേഷണം തുടങ്ങിയത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം FIR ഇടാനാണ് നിലവിലെ ധാരണ. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായതായി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് DGPക്ക് പരാതി നൽകിയത്. അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതി DGP ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന്റെ ചുമതല മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP റെജി കുന്നിപ്പറമ്പിലിനാണ്. പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണമാണ് ആദ്യം നടത്തുക. അതിനായി കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ 4-അംഗ സംഘം അന്വേഷണം ആരംഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം FIR ഇടാനാണ് നിലവിലെ ധാരണ.
അതേസമയം ക്രൈംബ്രാഞ്ചിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു ആരോപണവുമായി KSU രംഗത്ത് വന്നു. സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ടെന്നും അത്തരക്കാരെ കണ്ടെത്താൻ സർക്കാർ സമിതിയെ രൂപീകരിച്ച് മിന്നൽ പരിശോധന നടത്തണമെന്നും KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ് പറഞ്ഞു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ട ഇത്തരം ഉദ്യോഗസ്ഥർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംരക്ഷണമുണ്ടാവില്ല. ചോദ്യങ്ങൾ ചോറും എല്ലാ തലത്തിലും കുത്തഴിഞ്ഞ് സംവിധാനത്തിലേക്ക് പോകും. അതാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു സർക്കാരിനോട് മിന്നൽ പരിശോധനാ സംഘങ്ങളെ അയക്കാൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് ധൈര്യമുണ്ടോ? അതേസമയം സംഭവത്തിൽ ആരോപണം നേരിടുന്ന കോഴിക്കോട് കൊടുവള്ളിയിലെ MS സൊല്യൂഷൻ യൂട്യൂബ് ചാനൽ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ പള്ളിത്തർക്ക കേസിൽ യാക്കോബായ സഭയ്ക്ക് താൽക്കാലിക ആശ്വാസം. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ തർക്കത്തിനുള്ള 6 പള്ളികളുടെ കൈമാറ്റത്തിൽ തൽസ്ഥിതി തുടരാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. എത്ര പള്ളികളുടെ അധികാരം ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ കൈവശമുണ്ടെന്ന് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളിലെയും വിശ്വാസികളുടെ എണ്ണം കണക്കാക്കാനും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. തർക്കമുള്ള പള്ളികളിൽ ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പാലക്കാട്, എറണാകുളം ജില്ലകളിലെ 6 പള്ളികൾ യാക്കോബായ വിഭാഗത്തിൽ നിന്നും ഏറ്റെടുത്ത് ഓർത്തഡോക്സ് പക്ഷത്തിന് കൈമാറണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയുള്ള കോടതിയലക്ഷ്യ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കർദിനാളായി ഉയർത്തപ്പെട്ട ജോർജ് ജേക്കബ് കുവക്കാടിന് കൊച്ചിയിൽ സ്വീകരണം. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പൂച്ചെണ്ടുകൾ നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. 24-ന് മാതൃ ഇടവകയിൽ സ്വീകരണം നൽകും. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ കർദിനാൾ ജോർജ് ജേക്കബ് കുവക്കാട്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മലബാറിലെ വ്യായാമ പരിശീലന പരിപാടിയായ MEC 7 പിന്തുണ പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ്. കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരിപാടിയുടെ ഭാഗമാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി കോഴിക്കോട് പറഞ്ഞു. RSSന്റെ കേരളത്തിലെ ഏജന്റാണ് CPM ജില്ലാ സെക്രട്ടറി P മോഹൻ എന്നും അബിൻ വ്യക്തമാക്കി. അതിനിടയിൽ MEC 7 എതിരായ CPMന്റെ നിലപാടിൽ പ്രതിഷേധിച്ച പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി കോൺഗ്രസിൽ ചേർന്നു. പല വിഷയങ്ങളിലെ പോലെ CPMന് തിരിച്ചറിവുണ്ടാകുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് MEC 7ന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ സാന്നിധ്യം വ്യായാമ പരിപാടി ഉണ്ടെന്നായിരുന്നു പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹന്റെ പരാമർശം. പിന്നീട് തന്റെ നിലപാട് അദ്ദേഹം തിരുത്തിയെങ്കിലും വിഷയം BJP ഏറ്റെടുത്തു. ഇതിന്റെ അപകടം മനസ്സിലാക്കിയാണ് യൂത്ത് കോൺഗ്രസ് സജീവമായി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. RSSന് വേണ്ടിയാണ് P മോഹനൻ ഇത്തരം പരാമർശങ്ങൾ നടത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി പറഞ്ഞു. മലപ്പുറത്ത് MEC 7 പരിപാടിയിൽ പങ്കെടുത്ത ശേഷമായിരുന്നു അബിന്റെ പ്രതികരണം. ഈ നാടിനെ വർഗീയമായി ചേരിതിരിച്ചുകൊണ്ട് ഒരു വലിയ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തി ഒരു ബോൾ എടുത്ത് RSSന്റെ കോർട്ടിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇനി ഞങ്ങൾ കളിക്കാനില്ല എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ P മോഹനൻ ചെയ്തത്. P മോഹനനും കുടുംബവും RSSന്റെ സ്പൈയിങ് ഏജന്റാണോ എന്ന് യൂത്ത് കോൺഗ്രസിന് സംശയമുണ്ട്. പാർട്ടി പിടിക്കാൻ മുഹമ്മദ് റിയാസിനെ മുസ്ലിം എക്സ്ട്രീമിസ്റ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും റിയാസ് പോപ്പുലർ ഫ്രണ്ടാണോ എന്ന് CPM നേതൃത്വം വ്യക്തമാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം വ്യായാമ പരിപാടിക്കെതിരായ CPM നിലപാടിൽ പ്രതിഷേധിച്ച നടുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി അക്ബർ അലി രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. നടുവണ്ണൂർ നിയാഡ്കോ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. CPMന് മതേതര മുഖം നഷ്ടമായെന്ന് അക്ബർ അലി പറഞ്ഞു. CPIMന്റെ മതേതരത്തെ കാഴ്ചപ്പാട് ശുദ്ധ കാപട്യമാണ്. തരാതരം പോലെ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മതേതര കാഴ്ചപ്പാട്. ഏതായാലും കൂടിയാലോചനകളില്ലാതെ പ്രാദേശിക നേതൃത്വങ്ങൾ പ്രധാന വിഷയങ്ങളിലെടുക്കുന്ന നിലപാടുകൾ സംസ്ഥാന നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാവുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. അയ്യപ്പനെ കാണാൻ പരമ്പരാഗത കാനന പാതയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക പാസ് അനുവദിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നാളെ ADM അരുൺ S നായർ നിർവഹിക്കും. കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് വനംവകുപ്പുമായി സഹകരിച്ചാണ് പ്രത്യേക പാസ് നൽകുന്നത്. ഇവർക്ക് പമ്പയിൽ നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാം. മരക്കൂട്ടത്ത് വെച്ച് ശരംകുത്തി വഴി ഒഴിവാക്കി ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കുകയും ചെയ്യാം. നടപ്പന്തലിൽ എത്തുന്ന പ്രത്യേക പാസുള്ള തീർത്ഥാടകർക്ക് പ്രത്യേക വരിയിലൂടെ ദർശനം സാധ്യമാകും.
ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് സർവൈശ്വര്യ സ്വസ്തി യജ്ഞം ആരംഭിച്ചു. ചക്കുളത്തുകാവിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സർവൈശ്വര്യ സ്വസ്തി യജ്ഞത്തിൻ്റെ 1-ാം ദിവസമായ ചൊവ്വാഴ്ച ലോക സമാധാനത്തിന് വിശ്വശാന്തി പൂജയും ക്ഷേത്രത്തിലെ ചക്കരക്കുളത്തിൽ ഗംഗാരാധനയും നടന്നു. യജ്ഞത്തിൻ്റെ 2-ാം ദിവസമായ ബുധനാഴ്ച ചണ്ഡിക പൂജയും വൃഷപൂജയും തുടർന്ന് 3-ാം ദിവസമായ വ്യാഴാഴ്ച സ്വസ്തി യജ്ഞവും ഗോപൂജയും നടക്കും. ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടുള്ള സിനിമ ആൽക്കമി എ ഡിജിറ്റൽ ആട്രിബ്യൂട്ട് എന്ന പ്രദർശനം ചലച്ചിത്ര പ്രേമികൾക്ക് വേറിട്ട അനുഭവമായി മാറി. ചലച്ചിത്ര ലോകത്തെ പ്രധാനികൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ ഡിജിറ്റൽ ആർട്ട് പ്രദർശനം. പ്രദർശന ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള വേറിട്ട അനുഭവമായി. ചലച്ചിത്ര പ്രേമികൾക്ക് ഇത് സിനിമകളുടെ വസന്തകാലം. ഇത്തവണത്തെ ചലച്ചിത്രമേള മറ്റൊരു മനോഹരമായ സമ്മാനം കൂടി സിനിമാ പ്രേമികൾക്ക് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട്. ലോക സിനിമകളുടെ ചരിത്ര വഴികളിലൂടെ ഒന്നുകൂടി യാത്ര ചെയ്യണമെന്നുള്ളവർക്ക് അത് സാധ്യമാക്കുകയാണ് സിനിമ ആൽക്കമി എ ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ട് എന്ന പ്രദർശനം. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും മുൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ TK രാജീവ് കുമാർ ക്യൂറേറ്റ് ചെയ്ത പ്രദർശനത്തിൽ ലോകമെമ്പാടുമുള്ള ഇതിഹാസ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിച്ചുകൊണ്ട് നിർമ്മാതാവും കലാസംവിധായകനുമായ റാസി മുഹമ്മദ് 50 ഡിജിറ്റൽ പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അകിര കുറസോവ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ആർദേ തർഗോവിസ്കി, ആഗ്നസ് വർദ്ധ, മീര നായർ, അടൂർ ഗോപാലകൃഷ്ണൻ, KC ജോർജ്, സത്യജിത് റേ എന്നിങ്ങനെ സിനിമാ രംഗത്തെ പ്രമുഖർക്ക് ആദരവർപ്പിച്ചാണ് പ്രദർശനം. ലോക ചലച്ചിത്ര ആചാര്യന്മാർ അവരുടെ സിനിമകളിലൂടെ ആസ്വാദകരുടെ മനസ്സിൽ കോറിയിട്ട ദൃശ്യബിംബങ്ങളാണ് ഇവിടെ ഡിജിറ്റൽ പെയിന്റിങ്ങുകളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. സർ റിയലിസത്തിന്റെയും ഹൈപ്പർ റിയലിസത്തിന്റെയും ദൃശ്യ സാധ്യതകളുടെ സമർത്ഥമായ സംയോജനം നമുക്കിവിടെ കാണാം. ഡിജിറ്റൽ ചിത്രകലയും ചലച്ചിത്രകലയും സമന്വയിക്കുന്ന അപൂർവ ദൃശ്യവിരുന്ന് ചലച്ചിത്ര പ്രേമികൾക്ക് മറക്കാനാകാത്ത ദൃശ്യാനുഭവം സമ്മാനിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായിക വാർത്തകൾ നോക്കാം. ഗാബ ടെസ്റ്റിൽ ഫോളോ ഓൺ ഒഴിവാക്കി ഇന്ത്യ. ഓസീസ് ഉയർത്തിയ 445 റൺസ് പിന്തുടർന്ന ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 252 റൺസ് എന്ന നിലയിലാണ്. 10ാം വിക്കറ്റിൽ ആകാശ് ദീപും ബുംറയും ചേർന്നാണ് ഇന്ത്യയെ രക്ഷിച്ചത്. KL രാഹുൽ 84-ഉം രവീന്ദ്ര ജഡേജ 77 റൺസ് എടുത്തു. ഓസ്ട്രേലിയയ്ക്കായി പാറ്റ് കമിൻസ് 4 വിക്കറ്റുമായി തിളങ്ങി. സ്റ്റാർക്ക് 3 വിക്കറ്റും ഹെസിൽവുഡും ലിയോണും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. നിലവിൽ ഓസ്ട്രേലിയയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറിനേക്കാൾ 193 റൺസിന് പിന്നിലാണ് ഇന്ത്യ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.